വാർഡ് സഭകൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിൽ ആറാഴ്ചയ്ക്കകം വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ PM.A. ജലീൽ മുൻപ് നടന്ന ഹിയറിംഗിൽ സാങ്കേതിക കാരണങ്ങളാൽ നേരിട്ട് ഹാജരാകാൻ സാധിച്ചില്ലെങ്കിലും അഭിഭാഷകൻ മുഖേനയും ആവശ്യമെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയും വാദം ഉന്നയിക്കാൻ സർക്കാർ അവസരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് സഭകളും കൗൺസിൽ യോഗങ്ങളും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യസമയത്ത് വിളിച്ചു ചേർക്കണമെന്ന് കൗൺസിലർ PM.A. ജലീൽ പറഞ്ഞു. കേരള നഗരപാലിക നിയമപ്രകാരം 3 മാസത്തിലൊരിക്കൽ 90 ദിവസത്തിനുള്ളിൽ വാർഡ് സഭ ചേരേണ്ടത് ജനപ്രതിനിധികളുടെ നിയമപരമായ ബാധ്യതയാണെന്ന് ജലീൽ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ, വാർഷിക പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വാർഡ് സഭകൾ കൃത്യമായി ചേരേണ്ടതുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 31-നകം വാർഡ് സഭ വിളിച്ചു അവസരം നൽകേണ്ടതാണ്. ഒന്ന്, ഇതിന് വീഴ്ച വരുത്തിയാൽ, ഇത്തരം കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ നഗരപാലിക നിയമപ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണ് എന്നും പറയുന്നു. രണ്ടും രണ്ടാണ്. 31-നകം എന്ന് പറയുന്നത് എന്താ അറിയും? ഈ പദ്ധതി സമർപ്പിക്കാൻ സർക്കാർ, ഈ ഭേദഗതി പദ്ധതി സമർപ്പിക്കാൻ സർക്കാർ 31 ഡേറ്റ് വെച്ചു. ആ ഡേറ്റാണ് 31 എന്ന് പറയും. അപ്പൊ ആ സമയത്തിനകം വാർഡ് സഭകൾ വിളിച്ചു. ഇപ്പൊ അത് വീണ്ടും കിട്ടി, 31 കിട്ടി. ആ സമയത്തിനകം അന്ന് 31 ഡേറ്റ്, 31-നകം പദ്ധതി സമർപ്പിക്കാൻ, ഭേദഗതി പ്രൊജക്ട് അടക്കം സമർപ്പിക്കാൻ സമയം 31 ഡേറ്റ് കൊടുക്കേണ്ട സമയം. അതിനകം വാർഡ് സഭകൾ വിളിച്ചു ചേർത്താൽ ഞങ്ങളുടെ പദ്ധതി കൂടി ഉൾപ്പെടുത്തണം എന്നാണ് സർക്കാർ പറഞ്ഞത്. ആ സമയം നീട്ടി ക്ലിയറാണല്ലോ. പിന്നെ പറഞ്ഞത് വാർഡ് സഭ അനന്തമായി നീട്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നഗരപാലിക നിയമപ്രകാരം, നഗരപാലിക നിയമത്തിന് 31 എന്ന് പറഞ്ഞില്ല. നഗരപാലിക നിയമപ്രകാരം എന്ന് പറയുന്നത് 3 മാസത്തിലൊരിക്കൽ തുടർച്ചയായി യോഗം ചേരാതിരിക്കുന്നതാണ് നഗരപാലിക നിയമം. അത് പ്രകാരമാണെങ്കിൽ നടപടിയെടുക്കാം എന്നതാണ്. വാർഡ് സഭകൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിയിൽ 6 ആഴ്ചയ്ക്കകം വിഷയം പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജലീൽ പറഞ്ഞു. മുൻപ് നടന്ന ഹിയറിംഗിൽ സാങ്കേതിക കാരണങ്ങളാൽ നേരിട്ട് ഹാജരാകാൻ സാധിച്ചില്ലെങ്കിലും അഭിഭാഷകൻ മുഖേനയും ആവശ്യമെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയും വാദം ഉന്നയിക്കാൻ സർക്കാർ അവസരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ കൃത്യസമയത്ത് ചേരാത്തതിലും ജലീൽ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞത് 30 ദിവസത്തിലൊരിക്കൽ കൗൺസിൽ യോഗം ചേരേണ്ടതാണെന്നും നിലവിലെ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം ഇത് പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു. 47 ദിവസത്തിന് ശേഷവും പിന്നീട് 39 ദിവസത്തിന് ശേഷവുമാണ് കൗൺസിൽ യോഗം ചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലം ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം 2 തവണയാണ് യഥാസമയങ്ങളിൽ കൗൺസിൽ യോഗം വിളിക്കാറുള്ളത്. ഇത് കൗൺസിലർമാർക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് സമാനമാണ്. മുനിസിപ്പൽ നിയമപ്രകാരം 1 മാസത്തിൽ ഒരിക്കലെങ്കിലും പരമാവധി 30 ദിവസത്തിനുള്ളിൽ ഒരു കൗൺസിൽ ചേരണം എന്ന് മുനിസിപ്പൽ ആക്ട് പറയുമ്പോൾ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കഴിഞ്ഞ തവണ വിളിച്ചു ചേർത്തത് 47 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം ചേരുകയാണ് 39 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ഈ സ്ഥാനത്ത് തുടരാൻ അയോഗ്യതയാണ് ഉള്ളവരാണ്. അതുകൊണ്ട് മുനിസിപ്പൽ നിയമപ്രകാരം അവരെ അയോഗ്യത കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയതിന്റെ കോപ്പിയും റെസിപ്റ്റുമാണ് ഉള്ളത്. യോഗങ്ങൾ വൈകുന്നത് മൂലം തെരുവിളക്ക്, തെരുവുനാശല്യം, റോഡുകളുടെ ശോച്യാവസ്ഥ തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്നും ജലീൽ ആരോപിച്ചു. നിയമലംഘനം നടത്തിയ സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സണെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇങ്ങനെ കൗൺസിൽ യോഗങ്ങൾ വിളിക്കാത്തത് കൊണ്ട് തെരുവിളക്കിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, അതോടൊപ്പം തന്നെ തെരുവുനായുടെ ആക്രമണങ്ങളിൽ നിന്ന്, റോഡുകളുടെ ശോച്യാവസ്ഥയിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊന്നും മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മാത്രമല്ല, യഥാസമയങ്ങളിൽ യോഗം ചേരാത്തത് കൊണ്ട് പല അജണ്ടകളും മാറ്റിവെക്കപ്പെടുകയാണ്. ഇത് നഗരസഭാ കൗൺസിലിനെ കബളിപ്പിക്കുന്ന തുല്യമാണ്, ഭരണഘടനാ ലംഘനമാണ്, മുനിസിപ്പൽ നിയമത്തിന്റെ ലംഘനമാണ്. ഈ മുനിസിപ്പൽ ചെയർപേഴ്സണെ ഈ സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കണമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ 11 UDF കൗൺസിലർമാരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ജലീൽ ആരോപിച്ചു. മുൻ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായി അദ്ദേഹം വിമർശിച്ചു. ഒഴിവാക്കപ്പെട്ട വാർഡുകളെ കൂടി ഉൾപ്പെടുത്തി നിലവിലെ DPC പ്രൊജക്ട് പുനഃപരിശോധിച്ച് പുതിയ വികസന പദ്ധതികൾ സമർപ്പിക്കാൻ ഉത്തരവുണ്ടാകണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് ജലീൽ പറഞ്ഞു. ന്യായമായ വികസന ഫണ്ട് ലഭിക്കാത്ത പക്ഷം സർക്കാരിനെയും കോടതിയെയും സമീപിച്ച് നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾ അംഗീകരിച്ച നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും PM.A. ജലീൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2025-26 വാർഷിക പദ്ധതിയിൽ 11 UDF കൗൺസിലർമാരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ജലീൽ ആരോപിച്ചു. മുൻ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായി അദ്ദേഹം വിമർശിച്ചു. 11 ലക്ഷം റുപ്യ എല്ലാ വാർഡുകൾക്കും കൊടുത്തപ്പോൾ ഞങ്ങൾ വാർഡ് കിട്ടിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികം തന്നെ സ്പിൽ ഓവർ പദ്ധതി വെക്കണം. ആ സ്പിൽ ഓവർ പദ്ധതി തവണ 5-ാം തീയതി 5/2 ഇതിൽ വെച്ചു. അന്നും പൈസ വെച്ചില്ല. ക്ലിയർ ആയല്ലോ. തുക കണ്ടെത്തണമെന്നാണ് വെച്ചത്. അതിന്റെ ചുരുക്കം തുക വെച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നല്ലാതെ വേറെ ഒന്നും കൊണ്ടിട്ടാണ് ബാക്കി എല്ലാ വാർഡ് വികസന പ്രവർത്തനം നടക്കുക. ഞങ്ങളുടെ വാർഡുകൾ നടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളത് എതിർക്കപ്പെടൂലേ? അപ്പൊ ഞങ്ങളത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കോടതി ഇനി സർക്കാർ പറയണത് നിങ്ങളുടെ വാദം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞത് കോടതി പറഞ്ഞത് അതിലേക്ക് പോകും. ഞങ്ങളുടെ വാദം 100% ശരിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ചു വെക്കുന്നത്. ഒഴിവാക്കപ്പെട്ട വാർഡുകളെ കൂടി ഉൾപ്പെടുത്തി നിലവിലെ DPC പ്രൊജക്ട് പുനഃപരിശോധിച്ച് പുതിയ വികസന പദ്ധതികൾ സമർപ്പിക്കാൻ ഉത്തരവുണ്ടാകണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് ജലീൽ പറഞ്ഞു. ന്യായമായ വികസന ഫണ്ട് ലഭിക്കാത്ത പക്ഷം സർക്കാരിനെയും കോടതിയെയും സമീപിച്ച് നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സർക്കാരിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾ അംഗീകരിച്ച നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും PMA ജലീൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF നേതാക്കളായ മുഹമ്മദ് ഖാസിം, ഉമ്മർ ഫാറൂഖ്, മുഹമ്മദ് ഫായിസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.